ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി 2 കൊരിന്ത്യരുടെ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം വായിക്കും. ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഓരോ വർത്തമാന പത്രവും അത് പ്രതിനിധാനം ചെയ്യുന്ന തത്വസംഹിതകളുടെയും വിശ്വാസ പ്രമാണങ്ങളുടെയും വിളംബരങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ വായനക്കാരെ തങ്ങളുടെ ആദർശങ്ങളിലേക്കും വീക്ഷണങ്ങളിലേക്കും ആകർഷിക്കുവാൻ പത്രങ്ങൾ ശ്രമിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്തിലെ വിശ്വാസികളെ ഞങ്ങളുടെ ശുശ്രൂഷയാലുണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി വിശേഷിപ്പിക്കുന്നു. കാലപ്പഴക്കത്തിൽ പത്രങ്ങളുടെ മഷി മാഞ്ഞു പോവുകയും എന്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവോ അത് ദ്രവിച്ചു പോവുകയും ചെയ്യും. കൽപ്പലകകളിലാണ് എഴുതുന്നതെങ്കിൽ പോലും അവ ഉടഞ്ഞു പോകും. എന്നാൽ ഹൃദയമെന്ന മാംസപ്പലകയിൽ ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ എഴുതപ്പെട്ട പത്രങ്ങളായി നാം രൂപാന്തരപ്പെടുമ്പോൾ മാത്രമേ ക്രിസ്തുവിന്റെ സ്നേഹവും ശക്തിയും പകർന്നുകൊടുക്കുവാനും ക്രിസ്തുവിലേക്ക് വായനക്കാരെ ആകർഷിക്കുവാനും കഴിയുകയുള്ളൂ. ആ എഴുത്തിനെ മായ്ച്ചു കളയുവാനോ ആ പ്രതലത്തെ ഉടച്ചു കളയുവാനോ ആർക്കും കഴിയുകയില്ല. പ്രാർത്ഥനാ കൂട്ടായ്മകളിലോ ശുശ്രൂഷകളിലോ ഉപവാസ പ്രാർത്ഥനകളിലോ മാത്രമല്ല പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം വെളിപ്പെടേണ്ടത്. പ്രത്യുത പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മുടെ പ്രതികരണങ്ങളിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, സംസാരങ്ങളിലൂടെ ജനങ്ങൾക്ക് വായിച്ചറിയുവാൻ കഴിയുമ്പോഴാണ് ഈ നല്ല കർത്താവിങ്കിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുന്നത്. പത്രത്തിന്റെ മേന്മയേറും തോറും വായനക്കാർ വർദ്ധിക്കുന്നത് പോലെ ദൈവം നമ്മെ കൂടുതലായി ഉപയോഗിക്കും. ദൈവപൈതലേ, നിന്നെ ഇന്ന് ഏത് തരത്തിലുള്ള പത്രമായിട്ടാണ് പൊതുജനം കാണുന്നത്? വ്യാജവും മ്ലേച്ഛതകളും ദൂഷണവും ഏഷണയും വിളമ്പുന്ന ഒരു മഞ്ഞപത്രമായിട്ടാണോ നിന്നെ കാണുന്നത്? അങ്ങനെയെങ്കിൽ നിന്നിലൂടെ ആർക്കും യേശുവിനെ കാണുവാൻ കഴിയുകയില്ലെന്ന് നീ ഓർക്കുമോ? ദൈവം തന്റെ ആത്മാവിനാൽ നിന്റെ ഹൃദയത്തെ നിറച്ച് അനേകർക്ക് കർത്താവിനെ കാണുവാൻ മുഖാന്തരമൊരുക്കുന്ന തന്റെ ഒരു പത്രമാക്കി നിന്നെ തീർക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ അവസരത്തിൽ നിന്നെ തന്നെ അവനായി സമർപ്പിക്കുമോ?